ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ ഒരു പീസ് കേക്ക് കഴിച്ച് അടിപൊളിയാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ അങ്ങോട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ഗൈസ്. അതാണ് ഒരു കേക്കും പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേൻ്റെ കേക്ക് മുറിയൊക്കെ അവസാനത്തേക്ക് വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് അന്നത്തെ ഫുഡ് എന്താണെന്ന് നോക്കിയാലോ. ഒരു അടിപൊളി മന്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇതിന് മുന്നേയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അടിപൊളി മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത്ര മന്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രത്യേകതരം ഫുഡ് ഉണ്ടാക്കാനോ അത്ര പ്രോ ഒന്നല്ലെങ്കിലും എനിക്ക് ഇതുപോലത്തെ ഡിഷസൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാ സെക്കൻഡ് ടൈമാണ് ഞാൻ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ച് വന്നു, കൂടെ മന്തി മസാലയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോഴെങ്കിലും മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ ഗൈസ്? എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മന്തി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒന്നും അത്രയ്ക്ക് ടഫല്ല ശരിക്കും മന്തി ഉണ്ടാക്കാൻ. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലേ ശരിക്കും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ മുറിച്ച് വാങ്ങിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ ഒരുപാട് മുളക് പൊടിയൊന്നും ഇതിലിടുന്നില്ല കേട്ടോ ബിരിയാണി പോലെ. പിന്നെ ഇതാ കുറച്ച് ചെറിയ ജീരകം കൂടെ ഒന്ന് കുത്തിയെടുത്തതാണ്. പൊടിയാക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ചതച്ചെടുക്കുകയും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടെടുത്താണ്. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാഗി ക്യൂബ്. ആദ്യമൊന്നും ഇത് എന്താ സംഭവം എന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇതൊക്കെ മാഗിയിൽ നമ്മളെ ചിക്കൻ മന്തിയിലൊക്കെ ഇടുന്ന സംഭവമാണെന്ന് മനസ്സിലായി കേട്ടോ. ചില ആളുകൾ ഇത് പലതിലും ഇടുന്ന കേട്ടിട്ടുണ്ട്, മാഗിയിൽ വരെ ഇടുന്ന ആളുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാനിത് ആദ്യമായി ട്രൈ ചെയ്യുന്നത് മന്തിയിലാണ് കേട്ടോ. അങ്ങനെതാ ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇവിടെ അരി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു മന്തി റൈസ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അതിൻ്റെ മസാലകൾ മാത്രം വാങ്ങിയാൽ മതി ഉണ്ടായിരുന്നു. അപ്പോൾ മാഗി ക്യൂബ് എന്ന് പറഞ്ഞപ്പം 2 തന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇടുന്നുണ്ട്. നിങ്ങൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ക്യാപ്സിക്കം ഇടുമോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഇടുന്നത് ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ കൊണ്ടിട്ടാണ് കേട്ടോ ഗൈസ്. യൂട്യൂബ് ചാനലിൽ കയറിയിട്ടേ നമ്മൾ ഇതുപോലെ മന്തി റൈസ് റെസിപ്പി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പം അന്നും ഞാൻ ഉണ്ടാക്കിയത് ഈ റെസിപ്പി നോക്കിയിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ ക്യാപ്സിക്കോ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പട്ടേ ഗ്രാമ്പോ, പിന്നെ നമ്മുടെ കുരുമുളകില്ലേ അത് അങ്ങനെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മന്തീൻ്റെ മസാല സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അതിനൊരു കണക്കിനനുസരിച്ചിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് കണക്കൊന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു കിറ്റായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളതുപോലെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഒരു കൈ കണക്കിനാണ്. പിന്നെ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തത്. നിങ്ങൾ ആ കപ്പ് ശ്രദ്ധിച്ചോ ഗൈസ്. ഈ നമ്മൾ പണ്ടൊക്കെ ഈ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് പ്രാന്തായിരുന്നു കേട്ടോ ഈ കൊറോണ ടൈമിലൊക്കെ. അപ്പം ഞാനിവിടെ കല്യാണം വെച്ച് വന്നപ്പം അമ്മയ്ക്കും എനിക്കും ഭയങ്കര ഒരു പ്രാന്ത് കയറിയിട്ട് വാങ്ങിച്ചതാണ് ഈ കേക്ക് ഉണ്ടാക്കുന്ന സെറ്റ്, ബീറ്ററും അതിൻ്റെ പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒരു മൂലയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ കപ്പ് അവിടെ ഇങ്ങനെ ഞങ്ങൾ മാറ്റി വെച്ചു, ഇങ്ങനെ ജനൽമേൽ തൂക്കിയിട മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഏതായാലും ഉപകാരപ്പെട്ടിട്ടുണ്ട്. 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണമെന്നുള്ളത് കൊണ്ട് അതിലങ്ങോട്ട് അളന്നൊഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് സെപ്പറേറ്റ് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പം അതിൽ ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പിയിട്ട് 1 മണിക്കൂർ ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മാത്രമല്ല മന്തിൻ്റെ റൈസും നമ്മൾ 1 മണിക്കൂറോളം വെള്ളത്തിൽ പൊതിർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതാ ഒരു ഹോണടി കേട്ട് ഞാനും അമ്മയും പുറത്തേക്ക് ഓടി വന്നു കേട്ടോ. ഏട്ടനതാ ഒരു വലിയ ആവോലിയായിട്ട് വന്നിട്ടുണ്ടോ. എന്നോട് പറഞ്ഞത് നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെസിപ്പിയൊക്കെ നിങ്ങൾ കാണാൻ മറക്കണ്ടേ. അങ്ങനെ മന്തീൻ്റെ പരിപാടികളേക്ക് കിടക്കുകയാണ്. അപ്പം മന്തീൻ്റെ ചിക്കനും അരിയൊക്കെ നമ്മൾ പൊതിർത്തി ഇട്ടതും സെറ്റാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോഴേക്ക് മന്തിക്കുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എൻ്റെ പ്ലാൻ ഇന്ന് 2 തരം ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ. ടൊമാറ്റോ ചട്നി നമ്മൾ എപ്പോഴും അധികം ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ മിൻറ്റ് ചട്നിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ ചട്നിക്കുള്ള പരിപാടിയിലാണ് കേട്ടോ. വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും തക്കാളിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ടൊമാറ്റോ ചട്നി കിട്ടും. അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി ടൊമാറ്റോ ചട്നി നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേറൊരു ചട്നി കൂടെ ഉണ്ടാക്കണം, മിൻറ്റ് ചട്നി കേട്ടോ. അതിന് വേണ്ടിയിട്ട് പച്ചിലകളായിട്ടുള്ള മല്ലിയിലയും പുതിനയും പച്ചമുളകും അതെല്ലാം കൂടെ ഉപ്പിട്ടിട്ട് അടിച്ചെടുത്തിട്ട് അതിലേക്ക് നല്ല അടിപൊളി തൈരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിൻറ്റ് ചട്നി റെഡി. അപ്പോൾ 2 തരം ചട്നി സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ തൈരൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മയോണൈസും കൂടെ ഉണ്ടാക്കണം. ഇതെല്ലാം കൂടെ കൂട്ടി മന്തി കഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഗൈസ്. അങ്ങനെ ചട്നികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും
അമ്മ അതാ ചോറ് വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ട് അരി ഇട്ടപ്പോൾ ഞങ്ങൾ പ്ലാൻ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടോ. നമ്മൾ ഉദ്ദേശിച്ച അരി ഈ ചെമ്പിൽ കൊള്ളൂലെന്ന് മനസ്സിലായപ്പം ഞങ്ങൾ വേഗം തന്നെ ഒരു വട്ടച്ചെമ്പ് എടുത്ത് അതിലേക്ക് ആക്കിയിട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടുന്ന് വേവട്ടെ, അപ്പോഴേക്കും നമുക്ക് ചിക്കനും കൂടെ അടുപ്പത്തേക്ക് കയറ്റാട്ടോ. ഈ 2 പാത്രങ്ങളും വലുതായതുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ഗ്യാസിൽ വെച്ചത്. കാരണം ചോറ് വേവുമ്പോഴത്തേക്ക് ചിക്കന് വേവണം. ചിക്കൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. സിമ്മിലിട്ടിട്ട് നമ്മളിങ്ങനെ മറിച്ചിട്ടിട്ട് വേണം വേവിക്കാൻ കേട്ടോ. അങ്ങനെ ചിക്കൻ നന്നായിട്ട് നമ്മൾ നേരത്തെ വെച്ച് സൺഫ്ലവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നല്ല ഉപ്പിലിട്ടതും അച്ചാറൊക്കെ, 2 തരം അച്ചാറൊക്കെ, അങ്ങനെ അതൊക്കെ അവിടെ സൈഡിൽ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിനൊരു കഷ്ണം ഉപ്പിലിട്ട മാങ്ങ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മന്തി പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ പോയി മയോണൈസൊക്കെ അടിച്ച് വെച്ചേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായി അത് മാറ്റി വെച്ചു. കൂടെ ഞാനൊരു മഞ്ഞൾപ്പൊടി വെള്ളം കൂടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മന്തീൻ്റെ റൈസിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മന്തിയിൽ കുത്തി വെക്കാൻ വേണ്ടി പച്ചമുളകും കൂടെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ആ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കുറച്ചൊരു പാത്രത്തിലേക്ക് വെക്കണം. കാരണം നമുക്ക് ദമ്മിടുന്ന ആ സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ റൈസൊക്കെ സെറ്റായി വന്നപ്പം നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് ഈ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് പരത്തി എടുത്തിട്ട് വേണം ഇനി നമ്മുടെ സാധന സാമഗ്രികളൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നോക്കിയിട്ടെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും വീഡിയോ ഒക്കെ നോക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ കുഴിയൊന്നുമുള്ള കുഴിമന്തി അല്ല ഗൈസ്, നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് സാധാരണക്കാരുടെ മന്തിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഓയിലില്ലേ ചിക്കൻ്റെ, അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്താണെന്നറിയോ, അവർ മഞ്ഞ റൈസും കൂടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ റൈസ് കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പലരും പല രീതിയിലാണ് മന്തി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുന്നത്. ചിലർ ചിക്കൻ്റെ കൂടെ തന്നെ ഈ റൈസും കൂടെ ഇട്ടിട്ട് വേവിക്കുന്നതൊക്കെ കാണാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുക്കറിലൊക്കെ മന്തി ഉണ്ടാക്കാം. പല രീതിയിലുള്ള വീഡിയോസ് യൂട്യൂബ് തന്നെ നോക്കിയാൽ നമുക്ക് കിട്ടും. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ പഠിച്ചത്. അങ്ങനെ അതാ കുറച്ച് പച്ചമുളക് അതിൻ്റെ മുകളിൽ കുത്തിയിടുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ പ്രധാനം ഒരു ഘടകമാണ് ഈ പുകയ്ക്കുന്നത് ഗൈസ്. അപ്പോൾ ചാർക്കോൾ ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ ഞാനിവിടെ ചിരട്ട കണലാക്കിയിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ തന്നെ അടച്ച് വെക്കും കേട്ടോ. അപ്പോൾ പുക മയാവും ഗൈസ്. അപ്പോൾ ആ റൈസിനുണ്ടാവുന്ന ആ പുകേൻ്റെ ആ ചോയ ഉണ്ടല്ലോ, ആഹാ, ഒന്ന് പുകയ്ക്കുന്നത് നല്ലതാണ് ഗൈസ്. നമ്മൾ മന്തി കുഴിയിലൊക്കെ വെച്ചെടുക്കുമ്പോഴുള്ള അതേപോലത്തെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പ് ഇതിന് സെറ്റാവില്ല. കാരണം നമ്മുടെ പുകയൊക്കെ അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു തോന്നുന്നു. ഇപ്രാവശ്യം ഞാനത് മറന്നുപോയി. അങ്ങനെ എന്താ നമ്മളൊരു പത്തിരിക്കല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ദമ്മ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വേറൊരു മൂടിയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മന്തി പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് മഞ്ഞളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില ഭാഗങ്ങളിലെ റൈസിനൊക്കെ ഇങ്ങനെ മഞ്ഞ കളർ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ റൈസൊക്കെ ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ചിക്കനെ മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ഈ റൈസ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ആ ചിക്കൻ വേവിച്ച ആ വെള്ളവും ഓയിലും ഒക്കെ കൂടെ കൂട്ടിയിട്ട്. അപ്പം അതാ അമ്മ ചിക്കനും റൈസൊക്കെ നല്ല പാകത്തിനാണ് കേട്ടോ വെന്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാകപ്പിഴവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഞാൻ മുന്നേ ഉണ്ടാക്കിയ മന്തിയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടുതലാണല്ലോ. അതിന് ഇപ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ. അതിനിടയിൽ നമ്മുടെ ഭരത്തുമോൻ എന്തൊക്കെയോ പണി ഒപ്പിച്ചൊന്ന് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ സെറ്റാക്കി ചട്നിയും മയോണൈസും എല്ലാം സെറ്റാക്കിയിട്ട് അമ്മ അതാ എല്ലാ പ്ലേറ്റിലേക്കും ഇങ്ങനെ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. റൈസും ചിക്കനും എല്ലാം ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ടൊമാറ്റോ സോസും എല്ലാം കൂടെ കൂട്ടിയിട്ട് പിടിക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ അച്ഛനും മോനും അതാ നല്ല അടിപൊളി കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കേക്കും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ 25ാം വയസ്സിലെ പിറന്നാൾ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ ഭരത്തുമോനും ഞാനും ഏട്ടനും കൂടിയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അമ്മനെ അച്ഛനൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ 3 പേരും നിന്നാൽ മതി കേട്ടോ. ഒരു വെള്ള മഴയാണ് കേട്ടോ. ഞാനിട്ട് ചുരിദാർ ഏട്ടനെ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വെള്ള കേക്കും ഏട്ടനും ഞാനും ഒക്കെ വെള്ളയും. ഭരത്തുമോനെ ഞാൻ മനഃപൂർവ്വം വെള്ളം ഇടിക്കാത്തതാണ് കേട്ടോ. ഞങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് കളറിൽ ഷർട്ടൊക്കെ ഇട്ടിട്ട് ടീഷർട്ടൊക്കെ ഇട്ട് അവൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഇല്ലെങ്കിൽ മൊത്തം വെള്ളമയായി പോലെ ഗൈസ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണണേ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണണ്ട, ഒന്നും കൂടെ പോയി കണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിച്ചു.
ആഘോഷിച്ചു. ഇതൊക്കെയല്ല ഒരു സന്തോഷമല്ലേ. അടുത്ത വർഷത്തെ പിറന്നാൾ ഇതിലും ഗംഭീരമാക്കി ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഈ വർഷത്തെ കേക്കൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും ബൈ പറയുകയാണ് കേട്ടോ. അവസാനം വലിയൊരു കഷ്ണം എടുത്ത് ഞാൻ വായിലിട്ടു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എൻ്റെ ബർത്ത്ഡേ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. നിങ്ങളെങ്ങനെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? നമ്മളെ ലൈഫ് എന്ന് പറയുന്നൊരു കുഞ്ഞ് ലൈഫല്ലേ, അതിൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അല്ലേ നമുക്ക് ഉണ്ടാവാല്ലേ. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞ് കേക്കിലായാലും ഇനിയിപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ട് ഒന്നുമില്ലെങ്കിലും ഒരു കേക്ക് കുറിച്ചാലെങ്കിലും നമ്മൾ ഹാപ്പിയാണ്.